സൈൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഡയഗ്രാം ശ്രദ്ധിക്കുക. നമുക്കിതിനുള്ളിൽ പി എന്നൊരു പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതിൻ്റെ കോർഡിനേറ്റ് എ കോമ ബി. ക്യൂ എന്ന് പറഞ്ഞൊരു കോർഡിനേറ്റ് ഉണ്ട്. അതിൻ്റെ കോർഡിനേറ്റ് എ കോമ മൈനസ് ബി. അതെന്തുകൊണ്ടാണ്? ഫോർത്ത് ക്വാഡ്രന്റ് വരുന്നുണ്ട്. എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവ്. ഇവിടെ എക്സും വൈ കോർഡിനേറ്റ് എന്താണ്? പോസിറ്റീവ്. ഇത് എക്സ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് എക്സ് ആംഗിൾ കൗണ്ടർ ക്ലോക്ക് വൈസിൽ എന്ത് ചെയ്തിരിക്കുന്നു? റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നു. അടുത്ത പി എന്ന് പറയുന്ന പോയിന്റ് ഓൺ ദ യൂണിറ്റ് സർക്കിൾ. കാരണം എന്തുകൊണ്ടാണ്? ഇതൊരു സർക്കിളാണ് വിത്ത് റേഡിയസ് 1. അതുകൊണ്ടാണ് നമ്മൾ യൂണിറ്റ് സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറയുന്നു. വിത്ത് സെൻറ്റർ അറ്റ് ദി ഒറിജിൻ സച്ച് ദാറ്റ് ആംഗിൾ എ ഒ പി എക്സ് ഏതാണ്? ഇതാണ് ആംഗിൾ എ ഒ പി എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് ഡിഗ്രി. എ ഒ ക്യു എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് എക്സ് ഡിഗ്രി. ദെൻ ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ക്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടും? എ കോമ മൈനസ് ബി. ഓക്കെ, നമുക്കറിയാം കോസ് മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. കാരണം എന്തുകൊണ്ടാണ്? രണ്ടിൻ്റെയും എക്സ് കോർഡിനേറ്റ് എത്രയാണ്? സെയിം ആണ്. രണ്ടും എന്ന് പറയുന്നത് എത്രയാണ്? എ ആണ്. നമുക്കറിയാം ഇങ്ങനെ ഒരെണ്ണത്തിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇവിടെ എ ആണ്, ഇവിടെ എ ആണ്. ഏതൊരു ആംഗിളിൻ്റെയും എക്സ് കോർഡിനേറ്റ് ആണ് കൊസൈനായിട്ട് നമ്മൾ എന്ത് ചെയ്തത്? ഡിഫൈൻ ചെയ്തത്. ഇനി സൈന് ശ്രദ്ധിച്ചോണം. ഇവിടെ ബി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? മൈനസ് ബി ആയിരിക്കും. സോ അപ്പോൾ സൈൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൈനസിനെ വെളിയിലെടുക്കുക. കാരണം എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്കവിടെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? മൈനസ് ബി എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എവരി പോയിന്റ് പി ഇൻ എ ബി, ഇങ്ങനെ ഒരു പിയിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതൊരു യൂണിറ്റ് സർക്കിളിലെ പോയിന്റ് ആയിരിക്കും. എന്ന് പറയുന്നത് എത്രയായിരിക്കും? എയുടെ മാക്സിമം വാല്യൂ വരുന്ന 1 വരത്തുള്ളൂ. എയുടെ മിനിമം വാല്യൂ വരുന്ന എത്രയേ ഉള്ളൂ? -1. അതുകൊണ്ട് എ എപ്പോഴും -1നും 1നും ഇടയ്ക്കായിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക്. അതുപോലെ തന്നെ ഇതേ ഒരു ഡയഗ്രാം വെച്ച് തന്നെ നമുക്ക് പറയാം എന്തായിരിക്കും. ശ്രദ്ധിക്കുക, ബിയുടെ വാല്യൂ ഇതുപോലെ തന്നെ നമുക്കറിയാം. ഇവിടെ ആയിരിക്കും ബിയുടെ ലോവർ വാല്യൂ, ഇതായിരിക്കും ബിയുടെ ഹയർ വാല്യൂ. ബിയുടെ വാല്യൂ -1നും 1നും ഇടയ്ക്കായിരിക്കും. അതുകൊണ്ട് കോസ് എക്സിൻ്റെ വാല്യൂ -1നും 1നും ഇടയ്ക്കായിരിക്കും. സൈൻ എക്സിൻ്റെ വാല്യൂ -1നും 1നും ഇടയ്ക്കായിരിക്കും. ഫസ്റ്റ് ക്വാഡ്രന്റ് 0 to π/2 എയും ബിയും എന്താണ്? പോസിറ്റീവ്. കാരണം ഇതിലുള്ള ഏത് കോർഡിനേറ്റ് എടുത്താലും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? π/2നും പൈക്കും ഇടയ്ക്ക് എയുടെ വാല്യൂ നെഗറ്റീവും ബിയുടെ വാല്യൂ പോസിറ്റീവ്. കാരണം ഇവിടെയുള്ള ഏതൊരു പോയിന്റ് എടുത്താലും ഏതായിരിക്കും? ഇങ്ങനെ ഒരു പോയിന്റ് എടുത്താലും എക്സിൻ്റെ കോർഡിനേറ്റ് പോസിറ്റീവും വൈയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതിൽ നമുക്ക് എന്ത് പറയാം? എ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് നെഗറ്റീവ്, ബി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈൻ എക്സ്. കാരണം ഏതാണ്? എയും ഈക്വൽ ടു കോസ് എക്സ് എന്നും ആ കോർഡിനേറ്റിൻ്റെ സൈൻ എക്സ് ഈക്വൽ ടു ബി എന്നുമാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡിഫൈൻ ചെയ്തത്. പി എ കോമ ബി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ഇത് എക്സ് ഡിഗ്രി മേക്ക് ചെയ്യുന്നു ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസിൽ. അതുകൊണ്ട് പോസിറ്റീവ്. വൈ -x ആൻറ്റി ക്ലോക്ക് വൈസിൽ. ഓക്കെ, പോയിന്റ് എക്സിൻ്റെ കോർഡിനേറ്റ് എ കോമ ബി, ഇതിൻ്റെ കോർഡിനേറ്റ് എ കോമ -b എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കോസ് -x ആണെങ്കിലും ശരി, കോസ് എക്സ് ആണെങ്കിലും ശരി, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇക്വലൻ്റ് ആണ്. എക്സ് കോർഡിനേറ്റ് എ ആയതുകൊണ്ട് കോസ് -xഉം കോസ് എക്സും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അടുത്ത സൈനിൻ്റെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇത് -xഉം ഇത് എക്സും ആണെങ്കിൽ സൈൻ -xഉം സൈൻ -x, ഇവിടുത്തെ വാല്യൂ ബിയും ഇവിടുത്തെ വാല്യൂ -b ആണ്. അതിന് എന്ത് മനസ്സിലായി? അപ്പോൾ സൈൻ എക്സും സൈൻ -xഉം ഈക്വൽ അല്ല. അപ്പോൾ സൈൻ -x എന്ന് പറയുന്നത്, ഓക്കെ, അപ്പം ഇവിടുത്തെ നമുക്ക് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം? ബി എന്ന് എഴുതാം. ഇവിടെ നമുക്ക് സൈൻ -xന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? -b എന്ന് എഴുതാം. അതുകൊണ്ടാണ് സൈൻ -x മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയെന്ന് എഴുതാം? -b എന്ന് എഴുതാം. ഈ ഒരു ഡയഗ്രാം കണ്ടാലേ അറിയാം എയുടെ വാല്യൂ -1 0 എന്ന് തുടങ്ങി മാക്സിമം വാല്യൂ എ എന്ന് പറയുന്നതാണ് എക്സ് കോർഡിനേറ്റ്. ഏതൊരു പോയിന്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് ആണ് എ, വൈ കോർഡിനേറ്റ് ആണ് ബി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എ എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്, ബി എന്ന് പറയുന്നത് എന്താണ്? എക്സ് സൈൻ എക്സ് ആണ്. നമുക്ക് ഇത്രയും ഡിഫൈൻഡ് ആണ്. അതിൽ നമുക്ക് എന്ത് പറയാം? എയുടെ വാല്യൂ -1നും 1നും ഇടയ്ക്ക് വേരി ചെയ്യും. എയുടെ വാല്യൂ -1നും 1നും ഇടയ്ക്ക് വേരി ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? കോസ് എക്സിൻ്റെ വാല്യൂ
ഓക്കെ, അതുപോലെ തന്നെ ബിയുടെ വാല്യൂ -1നും 1നും ഇടയ്ക്ക് വേരി ചെയ്യും. അപ്പോൾ കോസെക്സിൻ്റെ വാല്യൂ -1നും 1നും ഇടയ്ക്ക് വേരി ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? കോസെക്സ് എന്ന് പറയുന്നത് ഏതാണ്? എ ആണ്. സൈൻ എക്സ് എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ്. അതുപോലെ തന്നെ ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ് 0 to π/2. ശ്രദ്ധിക്കുക, ഇതാണ് 0, ഇതാണ് π/2. ഇത് 0, ഇത് π/2, ഇത് π, 3π/2, 2π. അതുതന്നെയാണ് നമ്മൾ 90, 180, 270, 360 ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഏത് പോയിന്റ് എടുത്താലും എക്സിൻ്റെ വാല്യൂ 0യ്ക്കും π/2നും ഇടയ്ക്കാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഏത് വാല്യൂ എടുത്താലും എക്സിൻ്റെ വാല്യൂ 0യ്ക്കും π/2നും എന്താണ്? ഇടയ്ക്കാണ്. കാരണം എന്തുകൊണ്ടാണ്? എയുടെ വാല്യൂ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ പോസിറ്റീവാണ്. ഓക്കെ, കാര്യത്തിലുള്ളൂ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കവിടെ എന്ത് പറയാൻ പറ്റും? എ ഗ്രേറ്റർ ദാൻ 0, ബി ഗ്രേറ്റർ ദാൻ 0. അതുകൊണ്ടാണ് കോസെക്സ് പോസിറ്റീവ്, എയും ബിയും പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എന്തായിരിക്കും? എ ലെസ് ദാൻ 0, ബി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, കാരണം എ എന്ന് പറയുന്നത് കോസെക്സുമായിട്ട് റിലേറ്റഡ് ആണ്, ബി എന്ന് പറയുന്നത് സൈൻ എക്സുമായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റ് സൈന് പോസിറ്റീവും കോസ് നെഗറ്റീവ്. അടുത്ത π/2നും പൈക്കും 3π/2നും ഇടയ്ക്ക് എന്താണ്? എയും ബിയും നെഗറ്റീവ്. ഇവിടെ എ ലെസ് ദാൻ 0, ബി ലെസ് ദാൻ 0. ഇവിടെ എ ഗ്രേറ്റർ ദാൻ 0, ബി ഗ്രേറ്റർ ദാൻ 0. ഇവിടെ എ ലെസ് ദാൻ 0, ബി ഗ്രേറ്റർ ദാൻ 0. അടുത്ത എ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസെക്സ് എന്നാണ് ഉദ്ദേശിക്കേണ്ടത്. അതുവരെയുള്ള ആംഗിൾ ബി എന്നുള്ള പോയിന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ് വരെ എത്തുന്ന സൈൻ എക്സ് എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ എന്തായിരിക്കും? എ പോസിറ്റീവ്, ബി നെഗറ്റീവ്. അവിടെ എ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, ബി എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പം സൈൻ എക്സ് പോസിറ്റീവ് 0 to π, നെഗറ്റീവ് 4π to 2π. എന്തുകൊണ്ടാണ്? തേർഡ് ക്വാഡ്രൻറ്റിലും ഫോർത്ത് ക്വാഡ്രൻറ്റിലും ബി എന്ന് പറയുന്ന വാല്യൂ ലെസ് ദാൻ 0 ആണ്. അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. സൈൻ എക്സ് പോസിറ്റീവ് കാരണം എന്തുകൊണ്ടാണ്? അവിടെ ബി ഗ്രേറ്റർ ദാൻ 0, നെഗറ്റീവ് ബി ലെസ് ദാൻ 0. കോസെക്സ് പോസിറ്റീവ്, ബി ഗ്രേറ്റർ ദാൻ 0. π/2 to 3π/2 എന്ത് സംഭവിക്കുന്നു? ബി ലെസ് ദാൻ 0. 3π/2 to 2πയിൽ വീണ്ടും എന്ത് സംഭവിക്കുന്നു? കാരണം അവിടെയും ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ സൈന് ഓരോ ക്വാഡ്രൻറ്റിലും എന്ത് ചെയ്യുന്നത്? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫങ്ഷൻസ് ഇൻ ഡിഫറൻറ്റ് ക്വാഡ്രൻറ്റ്. സൈൻ എക്സ് നമ്മൾ ഏത് ക്വാഡ്രൻറ്റിൽ എടുത്താലും ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എന്തായിരിക്കും? എയും ഗ്രേറ്റർ ദാൻ 0, ബിയും ഗ്രേറ്റർ ദാൻ 0. സൈന് പോസിറ്റീവ്, കോസ് പോസിറ്റീവ്. സൈന ബൈ കോസ് ആയിരിക്കും എന്ത്? ടാൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് ബൈ കോസ് എക്സ്. ടാൻ എക്സ്. ഓക്കെ, അതുപോലെ കൊസീക്ക് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 സൈൻ എക്സ്. സീക്ക് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 കോസ് എക്സ്. കൊസീക്ക് കോട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ടാൻ എക്സ്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് സൈനിൻ്റെയും കോസിൻ്റെയും എന്ത് വരുന്നത്? സൈൻ വരുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് സൈനും പോസിറ്റീവ്, കോസ് പോസിറ്റീവ്, ബാക്കിയെല്ലാം എന്തായിരിക്കും? കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും? പോസിറ്റീവ് വരും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ് എന്തുകൊണ്ടാണ്? എ ലെസ് ദാൻ 0, ബി ഗ്രേറ്റർ ദാൻ 0. കോസ് നെഗറ്റീവ് എന്തുകൊണ്ടാണ്? എ ലെസ് ദാൻ 0. അപ്പം നമുക്കിവിടെ റീസൺ ആയിട്ട് അതാണ് എഴുതുന്നത്. എ ലെസ് ദാൻ 0. സൈനിൻ്റെ കോസിൻ്റെ റേഷ്യോ ഉണ്ട് ടാൻ നെഗറ്റീവ്, കൊസീക്ക് പോസിറ്റീവ്, സീക്കും കോട്ടും നെഗറ്റീവ്. അതുപോലെ തേർഡ് ക്വാഡ്രൻറ്റിൽ വന്ന സൈനും നെഗറ്റീവ്, കോസും നെഗറ്റീവ്. എന്താണ് റീസൺ? എ ലെസ് ദാൻ 0,
ബി ലെസ് ദാൻ 0. ഇത് രണ്ടും കൂടെ നെഗറ്റീവ് ആണ്. ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ പോസിറ്റീവ് വരും. കൊസിക്കും സീക്കും കറസ്പോണ്ടിങ് സൈനിൻ്റെയും കൊസിൻ്റെ ഇൻവേഴ്സ് ആയതുകൊണ്ട് അത് നെഗറ്റീവ്, കോട്ട് എന്ത് വരും? പോസിറ്റീവ് വരും. ഫോർത്ത് ക്വാഡ്രൻറ്റ് വരിക സൈൻ നെഗറ്റീവ്. എന്തുകൊണ്ട്? ബി ലെസ് ദാൻ 0. ഓക്കെ, നമ്മൾ റീസൺ എഴുതുമ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിൽ ഇവിടെ എ ലെസ് ദാൻ 0, ഇവിടെ ബി ലെസ് ദാൻ 0. കോസ് എപ്പോഴും എ ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതെന്തായിരിക്കും? ഫോർത്ത് ക്വാഡ്രൻറ്റിൽ ബി എന്തായിരിക്കും? ലെസ് ദാൻ 0 ആണ്. കോസ് പോസിറ്റീവ്, സോ ടാൻ നെഗറ്റീവ്. രണ്ടിനെയും കൂടെ റേഷ്യോ എടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഇൻവേഴ്സ്. അങ്ങനെ നമുക്ക് 4 ക്വാഡ്രൻറ്റിലും നമുക്ക് ഇതിൻ്റെ എന്ത് പറയാം? സൈൻ പറയാം. ഇതിന് പകരമായിട്ട് നമ്മളൊരു ഷോർട്ട് ഫോം ആയിട്ട് നമ്മളിങ്ങനെ എഴുതും ASTC. ഓക്കെ, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കാൽക്കുലസ് എന്നുള്ള രീതിയിൽ. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കാൽക്കുലസ്. കാര്യം എന്തുകൊണ്ടാണ്? ഈ എസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? സൈന്. സൈൻ മാത്രമേ പോസിറ്റീവ്, അതിൻ്റെ ഇൻവേഴ്സും. ഇതിൻ്റെ ടിയുടെ മീനിങ് ടാന്, സിയുടെ മീനിങ് കോസ്, ഇതിൻ്റെ മീനിങ് എന്താണ്? ഓള്. കാര്യം ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാം പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും അതിൻ്റെ ഇൻവേഴ്സും കൊസിക്കേ പോസിറ്റീവ് ഉള്ളൂ. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും അതിൻ്റെ ഇൻവേഴ്സ് കോട്ടേ പോസിറ്റീവ് ഉള്ളൂ. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസും അതിൻ്റെ ഇൻവേഴ്സ് സിക്ക് മാത്രമേ എന്തുള്ളൂ? പോസിറ്റീവ് ഉള്ളൂ.